മറ്റൊരു വാർത്തയിലേക്ക്. ഓപ്പറേഷൻ എർത്ത് ഗാർഡിലൂടെ വിജിലൻസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന അഴിമതിയാണ്. അനധികൃത മണൽക്കടത്തിന് മണൽ മാഫിയയിൽ നിന്നും അപേക്ഷകരിൽ നിന്നും 14 ഉദ്യോഗസ്ഥർ കൈക്കൂലിയായി വാങ്ങിയത് 4,69,800 രൂപയാണ്. കെട്ടിട നിർമ്മാണ പെർമിറ്റിന്റെ മറവിൽ മണ്ണ് മാഫിയ കുന്നുകൾ ഇടിച്ചു നിരത്തുകയാണ്. വീട് വയ്ക്കുന്നതിനുള്ള പെർമിറ്റ് നേടിയ ശേഷം വസ്തുവിൽ നിന്ന് വ്യാപകമായി മണ്ണ് നീക്കം ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അനുരു അശോകൻ വിവരങ്ങളുമായി ഉണ്ട്. അനുരു, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? സനീഷ്, കെട്ടിട വീട് നിർമ്മാണത്തിൻ്റെ ഭാഗമായി മണ്ണ് നീക്കം ചെയ്യുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയും ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പുകൾ വഴിയും ഈ മണ്ണ് മാഫിയ സംഘം ട്രാൻസിസ്റ്റ് പാസുകൾ അല്ലെങ്കിൽ പെർമിറ്റ് സ്വന്തമാക്കിയ ശേഷം ഈ മണ്ണ് അനധികൃതമായി കടത്തുന്നു, മണ്ണ് അനധികൃതമായി ഖനനം ചെയ്യുന്നു എന്നുള്ള പരാതികളാണ് വിജിലൻസിന് മുമ്പിൽ എത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം രാവിലെ 10 മുതൽ വിജിലൻസ് മേധാവി മനോജ് എബ്രഹാമിൻ്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് 72 ഓഫീസുകളിൽ, അതായത് 58 തദ്ദേശ സ്ഥാപനങ്ങളിലും 14 ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഓഫീസുകളിലുമായി വിജിലൻസിൻ്റെ മിന്നൽ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഞെട്ടിക്കുന്ന ഒരു അഴിമതി പുറത്തു വരുന്നത്. അതായത് ഈ പറയുന്ന 72 ഓഫീസുകളിൽ പരിശോധന നടത്തിയപ്പോൾ 14 ഉദ്യോഗസ്ഥരിൽ നിന്ന്, അതിൽ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവരിൽ നിന്ന് 4,69,800 രൂപ ഒറ്റ ദിവസം കൊണ്ട് കൈക്കൂലി ഇനത്തിൽ പിടിച്ചു എന്നുള്ളതാണ് വിജിലൻസ് പുറത്തുവിട്ട വിവരങ്ങളിൽ ഉള്ളത്. അതായത് പഴയ കാലങ്ങൾ പോലെ നേരിട്ട് പൈസ വാങ്ങുകയല്ല, ഇപ്പോൾ പറയുന്നത് പോലെ UPI വഴി അല്ലെങ്കിൽ ഗൂഗിൾ പേ, PayTM അക്കൗണ്ടുകൾ വഴിയാണ് ഇത്തരത്തിൽ പണം വാങ്ങിയിട്ടുള്ളത് എന്ന് ഈ പറയുന്ന പെർമിറ്റ് നൽകിയ ശേഷം ഈ പെർമിറ്റ് ദുരുപയോഗം ചെയ്തുകൊണ്ട് കെട്ടിടം നിർമ്മിക്കാതെ തന്നെ ആ പ്ലോട്ടിൽ നിന്ന് അനധികൃതമായി വലിയ വിസ്തൃതിയിൽ മണ്ണെടുത്ത് കടത്തുന്നതായും ഇതുവഴി സംസ്ഥാനത്തെ കുന്നുകളും മലകളും ഇടിച്ചു നിരത്തുന്നതായി, ഇത് സംസ്ഥാനത്തിൻ്റെ ഭൂവിസ്തൃതിയെ തന്നെ തകർത്തതായുമാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ ഈ കെട്ടിട നിർമ്മാണത്തിന് മണ്ണ് നീക്കണമെന്നുള്ള ഒരു അപേക്ഷയിൽ അനുവാദം നൽകി കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ അവിടെ കെട്ടിടം നിർമ്മിക്കണമെന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ഫയലുകൾ പരിശോധിച്ച് വിജിലൻസ് സംഘം പ്രദേശം സന്ദർശിക്കുകയും എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ കെട്ടിടം നിർമ്മിക്കാത്ത അല്ലെങ്കിൽ വീട് നിർമ്മിക്കാത്ത സ്ഥലങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പകരം ഈ ഭൂമിയിൽ നിന്ന് അനധികൃതമായി അനുവദനീയമായതിലും കൂടുതൽ മണ്ണ് അവിടെ നിന്ന് മാറ്റുന്നു, ഈ മണ്ണ് ഖനനം ചെയ്യുന്നു. എന്നാൽ ഇത്തരം ഈ പറയുന്ന അനധികൃതമായ മണൽ കടത്തിന് ഉദ്യോഗസ്ഥർ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലെയും ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ വിജിലൻസ് ഇപ്പോൾ പറയുന്നത് മണൽക്കടത്തിനെ പാലക്കാട് ജില്ലാ ജിയോളജിസ്റ്റ് കൈക്കൂലിയായി വാങ്ങിയത് 1,55,500 രൂപയാണ്. അതും ഗൂഗിൾ പേ വഴിയാണ് കൈപ്പറ്റിയത്. കൂടാതെ കൊല്ലം മിനറൽ റവന്യൂ ഇൻസ്പെക്ടർ കൈപ്പറ്റിയിരിക്കുന്നത് 1,09,400 രൂപയാണ്. നെല്ലിക്കുഴി പഞ്ചായത്ത് സെക്രട്ടറി കൈപ്പറ്റിയിരിക്കുന്നത് 19,500 രൂപയാണ്. അതായത് തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിലാണ് ഇപ്പോൾ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞ 12 മണിക്കൂറിനുള്ളിലെ പരിശോധനയിൽ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഒറ്റ ദിവസത്തെ പരിശോധനയിലാണ് ഈ 14 ഉദ്യോഗസ്ഥർ കുടുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മണൽ മാഫിയ ഉദ്യോഗസ്ഥ അഴിമതി അല്ലെങ്കിൽ ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സനീഷ്.